തലസ്ഥാന ജില്ലയിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഏകദേശ ധാരണകളിലേക്ക് നേതൃത്വം എത്തിക്കഴിഞ്ഞു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്തെ DCC അധ്യക്ഷൻ N ശക്തൻ നെയ്യാറ്റിൻകരയിൽ മത്സരിക്കാനാണ് സാധ്യത. അരുവിക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വത്തിനായി MM ഹസനും, അതായത് മുൻ UDF കൺവീനറും മുതിർന്ന നേതാവുമായ MM ഹസനും ഇത്തവണ നിയമസഭാ പോരിനിറങ്ങുമെന്ന സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ അത് അരുവിക്കര മണ്ഡലത്തിലാവാനാണ് സാധ്യത. ചില സാമുദായിക ഇക്വേഷനൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരം ആലോചന നടക്കുന്നത്. CPI വിട്ട് കോൺഗ്രസിലെത്തിയ മീനാങ്കൽ കുമാറിന്റെ പേരും അരുവിക്കരയിലെ ചർച്ചകൾ ഉയരുന്നുണ്ട്. അതേസമയം പാറശാലയിൽ KPCCയുടെ സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറിയും ഒപ്പം മുമ്പ് തിരുവനന്തപുരത്തെ DCC അധ്യക്ഷമായിരുന്ന നെയ്യാറ്റിൻകര സനൽ സജീവമായ പരിഗണനയിലുമുണ്ട്. വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ ആരെ മത്സരിപ്പിക്കുമെന്ന ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുകയാണ്. കാരണം ഇതൊരു സംഘടനാ പ്രതിസന്ധി അവസ്ഥയാണ്. ഈ വിഷയത്തെ എങ്ങനെ നേരിടുമെന്ന ചോദ്യം കൂടിയുണ്ട്. കാരണം K മുരളീധരൻ അവിടെ മത്സരിക്കും, ഒപ്പം തന്നെ VS ശിവകുമാർ, ഇവരൊക്കെ ഏത് മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്ന ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, DCC അധ്യക്ഷനായ ശക്തൻ ഇത്തവണ നെയ്യാറ്റിൻകരയാണ്. അങ്ങനെയെങ്കിൽ നേരത്തെ CPM വിട്ട് കോൺഗ്രസിനൊപ്പം എത്തിയ D ശെൽവരാജിന് ഇത്തവണ സീറ്റ് ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. പാറശാലയിൽ അതേസമയം നെയ്യാറ്റിൻകരയുടെ സനലിൻ്റെ പേരും കേൾക്കുന്നു. എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം നോക്കാം വിശദമായി. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, എന്തായാലും കോൺഗ്രസിനെ തിരുവനന്തപുരത്ത് ഇത്തവണ ചില തിരിച്ചുപിടുത്തങ്ങൾ നടന്നാൽ മാത്രമേ സംസ്ഥാന ഭരണത്തിലേക്ക് എത്താൻ കഴിയൂ. കാരണം കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലായി ഇടതുപക്ഷം വലിയ ആധിപത്യം പുലർത്തുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ. അങ്ങനെയെങ്കിൽ നേരത്തെ കൈവശമുണ്ടായിരുന്ന ചില സീറ്റുകളിലേക്ക് തിരികെ വരണം. അവിടെ നെയ്യാറ്റിൻകര ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. പാറശാല, അരുവിക്കര പോലുള്ള സ്ഥലങ്ങൾ തന്ത്രപ്രധാനമാണ്. അപ്പോൾ കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പുകളുടെ പാറ്റേൺ ഇത്തവണ മാറ്റിപ്പിടിക്കുന്നു. പുതിയ ചില സാമുദായിക ഇക്വേഷൻസ് ഈ മണ്ഡലത്തിന് വേണ്ടി കരുതുന്നു എന്ന് വേണോ കരുതാൻ? നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ UDFന് ആകെയുള്ള മണ്ഡലം കോവളം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് പ്രതീക്ഷിക്കുന്ന പോലെ ഭരണത്തിലേക്ക് എത്തണമെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ 7-ലധികം മണ്ഡലങ്ങൾ പിടിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നാണ് നേരത്തെ പുറത്തു വന്ന സർവേകളിൽ നിന്ന് നേതൃത്വത്തിന് ലഭിച്ചിരിക്കുന്ന സൂചനകൾ. അതുകൊണ്ട് തന്നെയാണ് സാമുദായിക പിന്തുണ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നാടാർ സമുദായാംഗം കൂടിയായ N ശക്തനെ നെയ്യാറ്റിൻകരയിൽ കളത്തിലിറക്കാനുള്ള ഒരു നിർണായകമായ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അതായത് K ആൻസലൻ നിലവിലെ MLAക്ക് 65,497 വോട്ടുകൾക്കാണ് അദ്ദേഹം നെയ്യാറ്റിൻകരയിൽ നിന്ന് 2021 വിജയിക്കുന്നത്. അന്ന് അദ്ദേഹത്തിന് എതിരാളിയായിരുന്ന R സെൽവരാജിന് 51,235 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നാടാർ സമുദായാംഗം കൂടിയായ N ശക്തരെ കളത്തിലിറക്കിയാൽ ആ വോട്ട് ബാങ്ക് കൺസോളിഡേറ്റ് ചെയ്യപ്പെടും. മാത്രവുമല്ല, നെയ്യാറ്റിൻകരയ്ക്ക് അപ്പുറത്തേക്ക് കാട്ടക്കരയിലും അരുവിക്കരയിലും അതോടൊപ്പം തന്നെ കോവളം, അതോടൊപ്പം നെയ്യാറ്റിൻകര, പാറശാല മേഖലകളിലൊക്കെ നാടാർ സമുദായത്തിന് പിന്തുണ ഉറപ്പാക്കാൻ കഴിയും. ഈ ഒരു നീക്കത്തിലൂടെ എന്ന വലിയ പ്രതീക്ഷയിലാണ് അവർ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് N ശക്തനെ കളത്തിലിറക്കാനുള്ള ഒരു നിർണായകമായ നീക്കം അത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ DCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചുകൊണ്ട് N ശക്തൻ നെയ്യാറ്റിൻകരയിൽ മത്സരരംഗത്തേക്ക് ഇറങ്ങും എന്നതാണ് നിലവിലെ സാഹചര്യം. അതോടൊപ്പം തന്നെയാണ് നിലവിൽ UDFന്റെ പരമ്പരാഗത മണ്ഡലമായിരുന്ന അരുവിക്കര 2021 G സ്റ്റീഫൻ 5000-ലധികം വോട്ടുകൾക്കാണെന്ന് KS ശബരിനാഥനെ അവിടെ പരാജയപ്പെടുത്തുന്നത്. അരുവിക്കര മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ MM ഹസൻ ആ മണ്ഡലത്തിന് വേണ്ടി സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഹസൻ അവിടെ വലിയ പരിഗണന ലഭിച്ചേക്കാം. അതോടൊപ്പം തന്നെ മീനാങ്കൽ കുമാറിന്റെ പേര് CPI വിട്ട് UDF ക്യാമ്പിലേക്ക്, കോൺഗ്രസ് ക്യാമ്പിലേക്ക് എത്തിയ മീനാങ്കൽ കുമാറിന്റെ പേരും ചർച്ചകളിൽ സജീവമായി നിൽക്കുന്നു. അതോടൊപ്പം കോൺഗ്രസ് വലിയ പ്രതീക്ഷയോടെ കാണുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പാറശാല നിലവിൽ LDFന്റെ കയ്യിലാണ്. പാറശാല തിരിച്ചു പിടിക്കാനായി നെയ്യാറ്റിൻകര സനലിന്റെ രംഗത്തിറക്കണമെന്ന ആവശ്യമാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. KPCCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കൂടിയാണ് നെയ്യാറ്റിൻകര സനൽ. മറ്റ് ചില യുവമുഖങ്ങളുടെ പേരുകളും പാറശാലയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും നെയ്യാറ്റിൻകര സനലിന്റെ പേരിന് തന്നെയാണ് അവിടെ മുൻതൂക്കം കൂടുതൽ എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചുകൊണ്ട് N ശക്തനെ നെയ്യാറ്റിൻകരയിൽ മത്സരിപ്പിക്കാനുള്ള നീക്കത്തിലൂടെ നാടാർ സമുദായത്തിന് വലിയ സ്വാധീനമുള്ള 6-7 മണ്ഡലങ്ങളിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വം. ഓക്കെ, ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുള്ളത് ഡാൻ, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ K മുരളീധരൻ ഒപ്പം VS ശിവകുമാർ ഇവർ രണ്ടുപേരും തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേക മുഖങ്ങളായിരുന്നു. വട്ടിയൂർക്കാവിൽ K മുരളീധരനും ഒപ്പം തന്നെ തിരുവനന്തപുരത്ത്
VS ശിവകുമാറും. ഇവർക്ക് രണ്ടുപേരും എവിടെ മത്സരിക്കുമെന്നതിൽ ഒരു ഉറപ്പ് പറയാത്ത സാഹചര്യമാണ്. എന്തുകൊണ്ടാണ് ഈ VS ശിവകുമാറിനെ പോലെയുള്ള ഒരു മുതിർന്ന പേരുകാരന് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പരിഗണന കൊടുത്തൊരു ലിസ്റ്റ് തയ്യാറാക്കാൻ കോൺഗ്രസിന് ഇപ്പോൾ കഴിയാത്തത്? കാരണം ഇതിൽ ആശയക്കുഴപ്പം തുടരുന്നതിൻ്റെ സൂചന തന്നെയാണോ? അതായത് ഗ്രൂപ്പ് നേതൃത്വത്തിൻ്റെയും അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിൻ്റെ നേരിട്ടുള്ള വിലയിരുത്തലുകൾക്കും ഒക്കെ അപ്പുറത്തേക്ക് വിശദമായ ഒരു സർവേ ടീമിനെ രണ്ട് ഘട്ടങ്ങളായി ജയസാധ്യത ഉള്ള സ്ഥാനാർത്ഥി ആരാണ്, മുഖം ആരാണെന്ന് കണ്ടെത്താനായി ഓരോ മണ്ഡലങ്ങളിലൂടെ അവർ റാൻഡം സർവേ നടത്തിയിരുന്നു. ആ സർവേകളിൽ ഉയർന്നു വന്ന പേരുകളാണ് നേതൃത്വം ഇത്തവണ പരിഗണിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് തിരുവനന്തപുരം സെൻട്രലിൽ MLA ആയിരുന്ന VS ശിവകുമാറിൻ്റെ പേര് അത് ചർച്ചകളിൽ ഒരു ഘട്ടത്തിൽ ഇടം പിടിക്കാതെ പോവുകയും പിന്നീട് വീണ്ടും ചർച്ചകളിൽ സജീവമാവുകയും ചെയ്ത സാഹചര്യമുണ്ടായത്. എന്തായാലും തിരുവനന്തപുരം സെൻട്രൽ വിട്ട് എവിടെയും താൻ മത്സരിക്കാനില്ലെന്ന നിലപാടിൽ VS ശിവകുമാർ ഉറച്ചു നിൽക്കുകയായിരുന്നു. ആ കാര്യം അദ്ദേഹം കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് പ്രതിനിധികളെ അടക്കം അറിയിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും VS ശിവകുമാർ വലിയൊരു സമ്മർദ്ദം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിന് വേണ്ടി തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ ശിവകുമാറിനെ ഒരുപക്ഷെ സെൻട്രൽ മണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അദ്ദേഹത്തിന് സാധ്യതകൾക്ക് മങ്ങലേൽക്കുന്ന സാഹചര്യം വന്നാൽ തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു കോൺഗ്രസ് വിജയപ്രതീക്ഷയോടെ കാണുന്ന മറ്റൊരു മണ്ഡലത്തിലേക്ക് VS ശിവകുമാറിനെ പരിഗണിക്കാനാണ് സാധ്യത. അതോടൊപ്പം K മുരളീധരൻ്റെ കാര്യത്തിൽ വട്ടിയൂർക്കാവിൽ അദ്ദേഹം മത്സരിക്കാൻ ഇല്ല എന്ന നിലപാടാണ് പരസ്യമായൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വട്ടിയൂർക്കാവിൽ തന്നെ മുരളീധരൻ മത്സരിക്കണമെന്ന നിലപാടുള്ള ഒരു വിഭാഗമുണ്ട്. അതേസമയം അദ്ദേഹത്തോടൊപ്പമുള്ള വിശ്വസ്തർ അതിലൊരു ആശങ്ക കാണുന്നത് നേരത്തെ നേമത്ത് K മുരളീധരൻ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് നേർക്കുനേർ, അതായത് BJPയുമായി നേർക്കുനേർ പോരാട്ടത്തിനിറങ്ങിയ K മുരളീധരനോട് RSSനടക്കം കടുത്ത എതിർപ്പുണ്ട്, രാഷ്ട്രീയമായൊരു വൈരമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ മത്സരിക്കാനായി വട്ടിയൂർക്കാവിൽ വീണ്ടും മത്സരരംഗത്തേക്ക് ഇറങ്ങിയാൽ ആ വോട്ടുകൾ K മുരളീധരനെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ക്രോസ് വോട്ട് ചെയ്യപ്പെടുമോ എന്നൊരു വലിയൊരു ഭയം ഒരു വിഭാഗം അദ്ദേഹത്തിൻ്റെ വിശ്വസ്തർക്കുണ്ട്. അതുകൊണ്ടാണ് വട്ടിയൂർക്കാവിൽ K മുരളീധരൻ മത്സരിക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. അതേസമയം മുരളീധരനെ ലത്തീൻ സഭയുടെ കൂടെ പിന്തുണ ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു മണ്ഡലത്തിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കാനാണ് സാധ്യത. അതായത് ഏതെങ്കിലും തരത്തിൽ ക്രോസ് വോട്ടിംഗ് നടന്നാലും അത് അദ്ദേഹത്തിൻ്റെ ജയസാധ്യതകളെ ബാധിക്കാത്ത തരത്തിൽ അദ്ദേഹത്തിന് വിജയം ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു മണ്ഡലത്തിൽ തിരുവനന്തപുരത്ത് തന്നെ അദ്ദേഹത്തെ പരിഗണിക്കാനാണ് സാധ്യത. അതില്ല എങ്കിൽ മാത്രമേ അദ്ദേഹത്തിനെ മറ്റൊരു മണ്ഡലത്തിലേക്ക് പരിഗണിക്കുകയുള്ളൂ എന്നതാണ് നിലവിൽ പുറത്തു വരുന്ന സൂചനകൾ. അതാണ് സാഹചര്യം. എന്തായാലും നമുക്ക് പരിശോധിക്കണം തിരുവനന്തപുരം മണ്ഡലത്തിലടക്കം എന്ത് സംഭവിക്കുന്ന കാര്യം. ഡാൻ എന്തായാലും തുടരുക. നമുക്ക് നിലവിൽ എൻ ശക്തൻ ലക്ഷ്യമിടുന്ന മണ്ഡലം നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകരയുടെ രാഷ്ട്രീയം ശ്രദ്ധേയമാണ്. നോക്കൂ, നാടാർ വോട്ടുകളെ സ്വാധീനിക്കാനാണ് ഇത്തവണ നെയ്യാറ്റിൻകരയിൽ അവിടെ എൻ ശക്തനെ കളത്തിലിറക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നതിൻ്റെ കാരണം. നാടാർ വോട്ടുകൾക്ക് നിർണായക ഇടമുള്ള ഇടമാണ്. നമുക്കറിയാം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷവും UDFും ഈ നാടാർ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കുകയാണ്. ശെൽവരാജ് അടക്കമുള്ള പേരുകളൊക്കെ കോൺഗ്രസും പരിഗണിച്ചതിൻ്റെ കാരണം അതായിരുന്നു. എന്തായാലും ഇത്തവണ അതൊന്ന് കളം മാറ്റിപ്പിടിക്കുന്നു. അങ്ങനെയാണ് എൻ ശക്തൻ നമുക്കറിയാം തിരുവനന്തപുരത്തിൻ്റെ DCC അധ്യക്ഷനായി താൽക്കാലികമായി ചുമതലയിലേക്ക് വന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ നിയമസഭയിൽ ഒരു പരിഗണന ഉണ്ടാകുമെന്ന ഉറപ്പ് അദ്ദേഹത്തിന് കൊടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ കാട്ടാക്കട എന്ന പതിവ് ഇടത്തുനിന്ന് കഴിഞ്ഞ് നമ്മുടെ കാട്ടാക്കടയിൽ പരാജയപ്പെട്ടതാണ്. അങ്ങനെ അദ്ദേഹത്തിന് നെയ്യാറ്റിൻകര എന്ന പുതിയൊരു പരീക്ഷണമാണ് ഉദ്ദേശം. നേരത്തെ ഡാൻ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൻ്റെ ഇൻസൈഡ് സർവേകളിൽ നെയ്യാറ്റിൻകരയിൽ ഇത്തവണ വിജയസാധ്യതയുണ്ട്. അവിടെ എൻ ശക്തൻ വന്നാൽ സാധ്യത ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ശെൽവരാജിന് ഇത്തവണ നെയ്യാറ്റിൻകരയിൽ സീറ്റ് ഉണ്ടാവില്ല എന്നതാണ് സാഹചര്യം. നെയ്യാറ്റിൻകര ഇക്കരു പിടിക്കാനാകുമെന്ന് കോൺഗ്രസിൻ്റെ സർവേ അടിസ്ഥാനമാക്കുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. അങ്ങനെയെങ്കിൽ ശെൽവരാജിന് സീറ്റ് ഉണ്ടാവില്ല, പകരം അവിടേക്ക് ശക്തൻ വരുന്നു എന്നതാണ് സാഹചര്യം. കോൺഗ്രസിൻ്റെ ഒരു ശക്തമായ ബെൽറ്റായിരുന്നു ഒരു കാലത്ത് നെയ്യാറ്റിൻകര. പക്ഷേ അവിടെ CPM ജയിച്ചു വരികയായിരുന്നു. ശെൽവരാജ് എന്ന സ്ഥാനാർത്ഥി വിജയിച്ചയിടത്ത് ശെൽവരാജിനെ അട്ടിമറിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നമുക്കറിയാം അവിടെ വലിയ ചരടുവലികൾക്കൊടുവിൽ ശെൽവരാജ് കൂടുമാറുന്നു, UDFിൻ്റെ ഭാഗമാകുന്നു, ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. അങ്ങനെ ശെൽവരാജ് തന്നെ അവിടെ വിജയിച്ചു വരുന്നു. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൽ ശെൽവരാജ് ജയിക്കുന്നു. പക്ഷേ പിന്നീട് സംഭവിച്ചത് അവിടെ CPM ജയിച്ചു എന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അതാണ് അവിടുത്തെ രാഷ്ട്രീയ ചിത്രം. പക്ഷേ ഇത്തവണ അത് മാറ്റിപ്പിടിക്കുകയാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. ശക്തനെ കളത്തിലിറക്കുക എന്നത് തന്നെയായിരുന്നു അവിടെ സംഭവിച്ചത്. രണ്ടാമത്തെ പേരുകാരൻ നമുക്ക് നോക്കാം. അത് മറ്റാരുമല്ല, MM ഹസൻ എന്ന പേരാണ്. MM ഹസനെ ഇത്തവണ അദ്ദേഹത്തിൻ്റെ
തെരഞ്ഞെടുപ്പ് രംഗത്തിറക്കാൻ സാധ്യത അരുവിക്കരയാണ്. എം ഹസൻ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തില്ല. സംസ്ഥാനത്തെ മുൻ MLA ആണ്, മന്ത്രിയാണ്. പക്ഷേ സമീപകാലത്ത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇല്ല. അങ്ങനെയുള്ള വ്യക്തിയെ ഇത്തവണ ഒരു മുതിർന്ന നേതാവിനെ, അദ്ദേഹത്തിനും ആഗ്രഹമുണ്ട് നിയമസഭയിൽ മത്സരിക്കണമെന്ന്, അങ്ങനെയെങ്കിൽ അരുവിക്കര മത്സരിപ്പിക്കുക എന്നതാണ്. അതായത് ജി കാർത്തികേയൻ്റെ മണ്ഡലമായിരുന്ന, പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ പ്രതിനിധീകരിച്ച മണ്ഡലമായ അരുവിക്കരയിലെ മാറിയ സാമുദായിക സാഹചര്യം പ്രയോജനപ്പെടുത്തുക. അതുകൊണ്ടാണ് ഒരു മുസ്ലിം മുഖമായ എം ഹസനെ അവിടേക്ക് ഇറക്കുന്നതിന് സാഹചര്യം. മുസ്ലിം ലീഗിന് തിരുവനന്തപുരത്ത് അല്പം ബെൽറ്റുള്ള വോട്ടുകളുള്ള ഇടം കൂടിയാണ് അരുവിക്കര എന്ന പ്രത്യേകതയുണ്ട്. അതുകൊണ്ടുകൂടി ഇത്തവണ അവിടുത്തെ സാമുദായിക ഇക്വേഷൻ എം ഹസന് അനുകൂലമാവും. അങ്ങനെ അരുവിക്കരയിൽ മത്സരത്തിന് ഹസൻ വരുന്നതിൻ്റെ ആലോചന നടക്കുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. എം ഹസൻ അരുവിക്കര വരാൻ സാധ്യതയേറെയാണ്. മറ്റൊരു പേരുകാരൻ നെയ്യാറ്റിങ്കര സനൽ. നമുക്ക് നോക്കാം, അതിൻ്റെ രാഷ്ട്രീയം കൂടി ഏറെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, പാറശാല മണ്ഡലത്തിലാണ് നെയ്യാറ്റിങ്കര സനലിനെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. മുൻ DCC അധ്യക്ഷനാണ്. പാറശാല മണ്ഡലം ഹിന്ദു വോട്ടുകൾ, ഹിന്ദു നാടാർ വോട്ടുകളൊക്കെ മിക്സാണ് അവിടെ. പക്ഷേ ഹിന്ദു വോട്ടുകൾ ഇത്തവണ അവിടെ വിജയം നിശ്ചയിക്കുമെന്നതാണ്. അതും CPM-ൻ്റെ ഒരു സിറ്റിംഗ് മണ്ഡലമാണ്. അവിടെ നെയ്യാറ്റിങ്കര സനലിനെ കളത്തിലിറക്കിയാൽ ചിത്രം മാറിയേക്കാം. ഇതാണ് ഈ പാറശാലയും നെയ്യാറ്റിങ്കരയും തിരികെ പിടിക്കാം. ഇതാണ് കോൺഗ്രസിൻ്റെ സർവേ. അങ്ങനെയാണ് ഈ രണ്ട് പേരുകാർ ഇതിലേക്ക് കടന്നു വരുന്നത് എന്നതാണ് ചിത്രം. എന്തായാലും ശ്രദ്ധേയമായ കാര്യം, ഇവിടെയാണ് ഉയരുന്ന ഒരു ചോദ്യം, കെ മുരളീധരൻ എവിടെ മത്സരിക്കുമെന്ന അവ്യക്തത ഇപ്പോഴും തുടരുന്നു എന്ന കാര്യം കൂടിയുണ്ട്. കെ മുരളീധരൻ എവിടെ മത്സരിക്കുന്നു എന്നതിൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. കെ മുരളീധരൻ ഏത് മണ്ഡലം, എങ്ങനെ വട്ടിയൂർക്കാവിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത ഉണ്ടായിട്ടില്ല. നമുക്ക് വിശദമായി കെ മുരളീധരൻ്റെ ഇപ്പോഴത്തെ നീക്കവും അതിൻ്റെ രാഷ്ട്രീയവും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പഴയ തന്ത്രപ്രധാന ഇടങ്ങളിലേക്ക് തിരികെ വരാൻ വേണ്ടി ഇത്തവണ ഒരു പുതിയ കരുനീക്കമാണ് ആലോചിക്കുന്നത്. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെയുള്ള നീക്കങ്ങളാണ്. ആ നീക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുകൂടിയായി മാറുന്നു എന്നതാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.